നമസ്കാരം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ടെസ്റ്റ് നടക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ ലോക്സഭയിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും അവിടുത്തെ 2 മണ്ഡലങ്ങളിൽ ഇപ്പോഴും സസ്പെൻസ് നിലനിൽക്കുകയാണ്. കോൺഗ്രസ് അമേഠിയിലും റായ്ബേലിയിലും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നില്ല. എന്നും കോൺഗ്രസിനൊപ്പം നിൽക്കുകയും ഗാന്ധി കുടുംബങ്ങളെ വിജയിപ്പിച്ചു പോരുകയും ചെയ്യുന്ന മണ്ഡലങ്ങളായിരുന്നു ഈ 2 മണ്ഡലം. സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിനു ശേഷം അവർ സ്ഥിരമായി മത്സരിച്ച് ജയിച്ചു വന്നിരുന്ന മണ്ഡലമായിരുന്നു റായ്ബറേലി. അതോടൊപ്പം രാഹുൽ ജയിച്ചു മത്സരിച്ചു വന്നിരുന്ന മണ്ഡലമാണ് അമേഠി. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് പരാജയം സമ്മാനിക്കുകയും രാഹുലിനോട് 2014 തോറ്റ സ്മൃതി ഇറാനിയെ അമേഠിക്കാർ 2019 വിജയിപ്പിക്കുകയും ചെയ്തു. അതിനുള്ള കാരണങ്ങൾ പലതാണെങ്കിലും പ്രധാനം മണ്ഡലത്തെ ശ്രദ്ധിച്ചില്ലെങ്കിലും ഗാന്ധി കുടുംബത്തിൻ്റെ പേരിൽ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന കോൺഗ്രസിൻ്റെയും രാഹുലിൻ്റെയും ചിന്ത തന്നെയാണ്. അതോടൊപ്പം 2014 തോൽവിക്ക് ശേഷം മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും രാഹുൽ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാത്ത കാര്യം ജനങ്ങളിലെത്തിക്കുകയും അതോടൊപ്പം തന്നെ രാഹുലിൻ്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം മുസ്ലിങ്ങളെ പ്രീണിപ്പെടുത്താനാണെന്ന വ്യാജവാർത്തയും ജനങ്ങളിൽ കുത്തിവെച്ച് രാഹുലിൻ്റെ തോൽവിക്ക് കാരണമാക്കുവാൻ BJPക്കും സ്മൃതി ഇറാനിക്കും സാധിച്ചു. എന്നാൽ ഇക്കുറി റായ്ബേലിയിൽ നിന്നും മത്സരിക്കാതെ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് പോവുകയും അതോടൊപ്പം അമേഠിയിലെയും റായ്ബേലിയിലെയും സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിക്കാതിരുന്നതുമാണ് സസ്പെൻസായി നിലനിൽക്കുന്നത്. റായ്ബേലിയിൽ പ്രിയങ്ക വരുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്നത്. എന്നാൽ അവിടെ മത്സരിക്കാൻ പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വദ്ര സന്നദ്ധ അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇതിനോട് യോജിക്കുന്നില്ല. പ്രിയങ്കയെ തന്നെയാണ് പ്രാദേശിക നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. അമേഠിയിൽ വരുൺ ഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇതുവരെ ബലം കണ്ടിരുന്നില്ല. എന്നാൽ ഇന്നിതാ രാഹുൽ ഗാന്ധി തന്നെ അമേഠിയിൽ മത്സരിക്കുമെന്നുള്ള ചില സൂചനകൾ ലഭിച്ചിരിക്കുന്നു. ഇന്ന് ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിയുടെ വാർത്താസമ്മേളനത്തിനിടയിൽ രാഹുലും അഖിലേഷും പങ്കെടുത്ത വാർത്താസമ്മേളനത്തിലാണ് ഒരു പത്രപ്രവർത്തകന്റെ ചോദ്യത്തിനുത്തരമായി രാഹുൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. താൻ അമേഠിയിൽ മത്സരിക്കണമോ എന്ന കാര്യം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനർത്ഥം അമേഠിയിൽ രാഹുൽ തന്നെ മത്സരിക്കാനാണ് സാധ്യതയെന്നാണ്. പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പുറത്തുവരുന്ന സർവേകളനുസരിച്ച് ഇക്കുറി ഇന്ത്യ സഖ്യത്തിന് വൻ മുന്നേറ്റമാണ് ഉത്തർപ്രദേശിൽ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം BJPക്ക് കാലിടറുന്ന വാർത്തകളും UPയിൽ നിന്നും വരുന്നുണ്ട്. അഖിലേഷിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം വൻ മുന്നേറ്റമാണ് UPയിൽ നടത്തിവരുന്നതെന്ന് പല സർവേകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇന്നലെ UPയിലെ പ്രബല സമുദായമായ മുന്നോക്ക സമുദായമായ വിഭാഗം അതോടൊപ്പം തന്നെ ഠാക്കൂർ വിഭാഗവും BJPയെ ബഹിഷ്കരിക്കുവാനുള്ള ആഹ്വാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവരുടെ ഈ തീരുമാനം BJPക്ക് കനത്ത തിരിച്ചടിയായിരിക്കും ഉത്തർപ്രദേശിൽ നൽകാൻ പോകുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് വീണ്ടും രാഹുൽ ഗാന്ധിയെ ഇവിടെ മത്സരിപ്പിക്കുവാൻ ഒരുങ്ങുന്നത്. ഇതുവരെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച കൂടി സ്മൃതി ഇറാനി രാഹുലിനെ കളിയാക്കുകയുണ്ടായി. മുസ്ലിം ലീഗിൻ്റെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും സംരക്ഷണയിലാണ് രാഹുൽ ജയിക്കാൻ പോകുന്നതെന്നും ഉത്തരേന്ത്യയിൽ നിന്നും ഒളിച്ചോടിയതാണ് രാഹുലെന്നും അവർ പറഞ്ഞിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് രാഹുൽ ഇപ്പോൾ ഒരുപക്ഷെ തിരികെ മത്സരിക്കാൻ എത്തുന്നത്. ഇക്കുറി കഴിഞ്ഞ തവണ വിട്ടുപോയ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന് തന്നെയാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. അതോടൊപ്പം തന്നെ അഖിലേഷിൻ്റെ നേതൃത്വത്തിൽ സമാജ്വാദി പാർട്ടിയും ശക്തമായ പിന്തുണയാണ് ഇത്തവണ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും UPയിൽ നൽകുന്നത്.